ഹായ് ഗായ്സ്, ഞാൻ രാവിലെ ഇങ്ങനെ എണീറ്റ് നമ്മുടെ മിററിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഒരു ആത്തച്ചക്ക പഴുത്ത് കിടക്കുന്നു മുറ്റത്ത്. ഇപ്പോൾ ഞാൻ മിററിലൂടെ ആട്ടോ കാണുന്നത്, ഭയങ്കര സ്മെല്ലും. അങ്ങനെ ഞാൻ മുറ്റത്ത് ചെന്ന് നോക്കുമ്പോൾ ആത്തച്ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആത്തച്ചക്ക. പക്ഷെ അതിലൊരെണ്ണം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ അവിടെയൊക്കെ പറയുക? നമ്മുടെ ഇവിടെയൊക്കെ ആത്തച്ചക്ക, മുള്ളാത്ത, ഇങ്ങനെയൊക്കെ ആട്ടോ ഇതിൻ്റെ പേര്. ആത്തച്ചക്കല്ല, മുള്ളാത്ത എന്ന് തന്നെ പറയാം. മുള്ളൻ ചക്ക അല്ലെങ്കിൽ മുള്ളാത്ത. ഇത് നല്ല പഴുത്തിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്, നന്നായിട്ട് ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് ഞെങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ മുള്ളാത്തകളുണ്ട് ഇതിൻ്റെ മേലെ, കുറേ ഇതുണ്ട്. പക്ഷേ നന്നായിട്ട് പഴുത്തത് ഇത് മാത്രമാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ മുള്ളാത്തെന്ന് പറയുന്നത് നല്ല വൈറ്റമിൻ സി കണ്ടൻറ്റാണ്. എങ്ങനെയാണോ നമ്മൾ ഓറഞ്ച് കഴിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മുള്ളാത്ത കഴിക്കുമ്പോഴുള്ള നമ്മുടെ ശരീരത്തിനുള്ള ബെനിഫിറ്റ്സ്. അതുപോലെ ഇത് ക്യാൻസറിനൊക്കെ നല്ലൊരു സംഭവമാണ് മുള്ളാത്ത. പിന്നെ നമ്മളെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ്. അപ്പോൾ ക്യാൻസറിനെതിരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. പക്ഷെ അതേസമയം നമ്മൾ BP ഉള്ള ആൾക്കാർ കഴിക്കുമ്പം ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്, വൈറ്റ് കളറാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഫ്ലഷി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പുളിപ്പും നല്ല മധുരമായിട്ട് നല്ല രസത്തിലുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഈ മുള്ളാത്ത ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.